ഇപ്പം ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം ജോബി ടി ഈശോ ഉണ്ട്, അതുപോലെ ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി ജെയ്സനും ഉണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് CPIM-ന്റെ പെരുന്നാട് ലോക്കൽ കമ്മിറ്റി ഓഫീസിലാണ്. അതായത് ഈ സംഭവം നടക്കുന്ന സ്ഥലം, ഈ കൊലപാതകം നടക്കുന്ന, എനിക്ക് തോന്നുന്നത് ഞാൻ നിൽക്കുന്ന ഈ ഓഫീസിൽ നിന്ന് 1 കിലോമീറ്റർ മാത്രം, 1 കിലോമീറ്റർ താഴെ മാത്രമേ ദൂരമുള്ളൂ. ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം ജോബി ടി ഈശോ, അദ്ദേഹം പെരുന്നാട് പഞ്ചായത്ത് അംഗം കൂടിയാണ്, സീതത്തോട് പഞ്ചായത്ത് അംഗമാണ്, ജനപ്രതിനിധി കൂടിയാണ്. ഈ കൊലപാതകം നടന്നിരിക്കുകയാണ്. ഇത് പ്രതികൾ RSS പശ്ചാത്തലം തന്നെയാണ്. തീർച്ചയായും RSS ഒരു ഗൂഢാലോചന നടത്തിയാണ് സഖാവ് ജിതിനെ കൊലപ്പെടുത്തിയെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ചെറിയ ഒരു സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ മാരകായുധങ്ങളുമായി എത്തി ഒരു ചെറിയ ജംഗ്ഷനിൽ തന്നെ വെച്ച് തന്നെയാണ് ജിതിനെ അവർ കൊലപ്പെടുത്തിയിരിക്കുന്നത്. അത് ട്രെയിൻഡായിട്ടുള്ള ആളുകൾ ചെയ്യുന്നത് പോലെയാണ്. അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഇപ്പോയിട്ടുള്ള മുറിവുകൾ, വയറിലുള്ള ആഴത്തിലുള്ള മുറിവും കയ്യിലും കാലിലുള്ള വെട്ടുകളുമെല്ലാം ട്രെയിൻ ആയിട്ടുള്ള ആളുകൾ കൊലപ്പെടുത്തുന്ന രീതിയിൽ തന്നെയാണ് ജിതിനെ അരുംകൊല ചെയ്യുന്നതിന് വേണ്ടി RSS നേതൃത്വം തയ്യാറായിട്ടുള്ളത്. ഇതിന് ഉന്നത BJP നേതാക്കന്മാരുടെ പങ്ക്, ഗൂഢാലോചന കൂടി ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്.